ഇന്നലെ വെള്ളനാട് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഈ വീഡിയോ കാണുമ്പോൾ തോന്നും ഉത്സവത്തിന് ഇത്രയും കുറച്ച് ആളേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, ഇത് രാത്രി ഞാൻ 11 മണിക്ക് പോയെടുത്ത വീഡിയോ ആണ്. ആദ്യം പോയപ്പം വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് രാത്രി 11 മണിക്ക് ഞാനും ചേട്ടനും കൂടെ പോയി വീഡിയോ എടുത്തു. ഇത് വിളക്ക് കെട്ടെന്ന് പറയും. പ്രാവശ്യം 4 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ. രാത്രി കളങ്കാവലെന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതിൽ ഈ വിളക്ക് കെട്ട് എടുത്ത് തലയിൽ വെച്ചിട്ട് ആൾക്കാർ നൃത്തം ചെയ്യും. കാണാൻ അടിപൊളിയാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിളക്ക് കെട്ട് എനിക്കിതാണ്, ഈ 4ാമത് കാണിച്ച. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഓട്ടം തുള്ളലൊക്കെ കണ്ടു. അതിൻ്റെ കുറച്ച് ഭാഗം വീഡിയോ എടുത്തു. അങ്ങനെ നിന്നിട്ട് പിന്നെ ലൈറ്റുകളൊക്കെ കാണാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ദൂരം അവിടെ ഇവിടെയും എല്ലാമായിട്ട് അമ്പലത്തിന് ചുറ്റും നടന്നു. ഇപ്രാവശ്യം ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കങ്ങോട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിനി എൻ്റെ മാത്രം തോന്നലാവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈറ്റ് ഇതാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നുണ്ട്. കുറേ സമയം ഈ ലൈറ്റ് തന്നെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നു. നല്ല ഇഷ്ടപ്പെട്ടു എനിക്കിത്. എന്ന് വെച്ചാൽ അത് പല പല ഇതായിട്ടുള്ള കളറും ഒക്കെ കൂടെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പാനിപ്പൂരി എന്ന് പറഞ്ഞൊരു സാധനം, ഇതാണത്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സോസും ഒക്കെ ഒഴിച്ച് തന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല എനിക്കിതുവരെ. പിന്നെ ഇവിടുത്തെ എന്തുവാണ് ഈ പറയുന്നത്, നമ്മുടെ ബജിയാണ്. കോളിഫ്ലവർ കോളിഫ്ലവർ ഫ്രൈ ആണത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പറഞ്ഞ ഇത് വാങ്ങിച്ച് കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് അതും വാങ്ങിച്ചുകൊണ്ട് പോയി. ഇവിടെ പാനിപ്പൂരിയെക്കുറിച്ച് മാത്രം എനിക്ക് ഒന്നും പറയാനില്ല. പിന്നെ അതവരുടെ ജീവിതം. ഇതാദ്യം പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇതെൻ്റെ ഫ്രണ്ടാണ്. വേറെ ആരുമായിട്ട് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ ഞാനും ചേട്ടനും മക്കളുമൊക്കെ പോയിട്ടും വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് രാത്രി ഒന്നും കൂടെ എടുത്തു. പിന്നെ ഇന്നലെ അമ്പലത്തിൽ കയറിയില്ലായിരുന്നു. അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോയി. ഞങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും പോയി. അത് കഴിഞ്ഞിട്ട് ദേവീക്ഷേത്രത്തിലും പോയി തൊഴുതു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് ഇങ്ങ് പോന്നു. ചേട്ടന് ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ തന്നെ താമസിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ ചേട്ടൻ അവിടെ നിന്ന് അങ്ങനെ അങ്ങ് ജോലിക്ക് പോയി. ഇനി 2 ദിവസം ഓഫീസിൽ പോകണം. പിന്നെ ബാക്കി ദിവസം വർക്ക് ഫ്രം ഹോം ചെയ്യാം. അതാണ് ആകെയുള്ളൊരു സമാധാനം. അപ്പോൾ ടാറ്റാ.